വിശദമായ റിപ്പോർട്ടിലേക്ക്. പ്രാർത്ഥനകൾ വിഫലമായി, വേദനയായി സുഹാൻ. കാണാതായ 6 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. ചിറ്റൂർ അമ്പാട്ടുപാളയത്ത് വീട്ടിനു മുന്നിൽ നിന്നും ഇന്നലെ കാണാതായ സുഹാൻ എന്ന 6 വയസ്സുകാരന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 21 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുട്ടിയുടെ വീട്ടിൽ നിന്ന് 300 മീറ്റർ ദൂരെയുള്ള കുളത്തിലാണ് മൃതദേഹം കണ്ടത്. അമ്പാട്ടുപാളയം എരുമൻകോട് മുഹമ്മദ് അനസിന്റെയും തൗഹീദയുടെയും ഇളയ മകൻ സുഹാനെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതലാണ് കാണാതായത്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ സുഹാൻ സഹോദരനുമായി പിണങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണെന്ന് ബന്ധുക്കൾ പറയുന്നു. നറുചിരിയുമായി സുഹാൻ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുമെന്ന പ്രതീക്ഷയിൽ വീടിനു സമീപത്തെ പാടത്തും ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലും പലവട്ടം തിരഞ്ഞെങ്കിലും സുഹാനെ കണ്ടെത്താനായിരുന്നില്ല. അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് സുഹാന്റെ മൃതദേഹം കണ്ടെടുത്തത്. വീട്ടിൽ നിന്നും 800 മീറ്ററോളം മാറിയുള്ള കുളത്തിന്റെ മധ്യഭാഗത്തായി കുഞ്ഞിന്റെ മൃതദേഹം കമിഴ്ന്നു കിടക്കുന്നത് നാട്ടുകാരാണ് ആദ്യം കണ്ടത്. അഗ്നിരക്ഷാസേനയെത്തി മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പാർക്കിന്റെ വന്നതായിരിക്കാം. ഇവിടെ കുറച്ചുനേരം കളിക്കാമെന്ന് പറഞ്ഞു സംഭവിച്ചെന്നറിയില്ല. എങ്ങനെ കുട്ടി ഏകദേശം 10 അടിയെങ്കിലും 10 മീറ്ററോളെങ്കിലും മാറിയാണ് ഈ കുളമുള്ളത്. അവിടേക്ക് കുട്ടി എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സുഹാന്റെ അതേ കുളത്തിൽ നിന്ന് ഇപ്പോൾ അതിപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ തെരച്ചിൽ പുനരാരംഭിച്ചിരുന്നു. അതിനുശേഷമാണ് വീടിന് കുറേ അകലെയുള്ള ഒരു കുളത്തിൽ നിന്നാണ് ഇപ്പോൾ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. കണ്ടെത്തിയപ്പോൾ തന്നെ നമ്മൾ ആശുപത്രിയിലേക്ക് എടുത്ത് വരികയാണ് ചെയ്തത്. സംഭവത്തിൽ പോലീസ് വിശദമായി അന്വേഷിക്കണമെന്ന് ചിറ്റൂർ നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. നടന്നുപോകുമ്പോൾ അപകടത്തിൽപ്പെടാനുള്ള കുളമല്ല ഇതെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും സുമേഷ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം സുഹാൻ പഠിച്ച റോയൽ നഴ്സറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. സ്കൂൾ മുറ്റത്ത് അവസാനമായി എത്തിയ ആ 6 വയസ്സുകാരന് അധ്യാപകരും സഹപാഠികളും കണ്ണീര് നിറഞ്ഞ യാത്രാമൊഴി നൽകി. പൊതുദർശനത്തിനു ശേഷം സുഹാൻ അവസാനമായി വീട്ടിലേക്ക്, സ്വന്തം വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുവന്നപ്പോൾ പ്രദേശം സങ്കടക്കടലായി മാറി. തുടർന്ന് മാട്ടുമന്ത ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. UTV ന്യൂസ്, പാലക്കാട്.